ഇന്നലെ രാത്രി ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. രചന PM എന്ന് പറഞ്ഞ പ്രൊഫൈലിലാണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു അമ്മ ഈ ഒരു ഓപ്പൺ ലെറ്റർ എഴുതിയിട്ടതാണ്. 15 വയസ്സുകാരനായ സ്വന്തം മകൻ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ റീസൺ അതിക്രൂരമായ റാഗിങ്. ആ അമ്മയുടെ മകൻ അനുഭവിച്ച ആ ഒരു റാഗിങ്ങിൻ്റെ ഡെപ്ത്ത് ഇനി ആർക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാവരുത്. ഒരമ്മയ്ക്കും ഇനി ഇങ്ങനൊരു മകൻ നഷ്ടപ്പെടരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ നമ്മളെല്ലാവരും ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യണം. ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരു കുട്ടികളും സേഫ് അല്ല. ഞാൻ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 15 എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന് പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾ നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് മുതിരുന്നത്. രചന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ്. 15-കാരനായ മിഹിറിന് എൻ്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തറയിലെത്തി ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിൻ്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവൻ ഒടുക്കുകയും ചെയ്തു. അന്നേ ദിവസം വന്ന ന്യൂസ് ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഇറ്റ്സ് എ വെരി പ്ലെയിൻ ന്യൂസ്. ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സ് ഉള്ളതായിട്ടോ അന്ന് ന്യൂസിൽ എവിടെയും ഇല്ല. ന്യൂസുകാരാണെന്നുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനൊരു കുട്ടി ഫ്ലാറ്റിന് മുകളിൽ നിന്ന് താഴെ വീണു. 26-ാം നിലയിൽ നിന്ന് താഴെ വീണ കുട്ടിയുടെ ബോഡി 3-ാം നിലയിലാണ് കണ്ടത്. സോ ഇത്ര മുകളിൽ നിന്ന് താഴെ വീണ സമയത്ത് ഒരുപാട് പരിക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ തന്നെ വളരെ കഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ്. അത്രേ അതിനൊരു ഇമ്പോർട്ടൻസ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിൽ പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു. അവന് ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമാക്കുകയായിരുന്നു. അത്തരമൊരു നിസ്സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനാൽ തെളിവുകളും ഞങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽക്കുകയും നിറത്തിൻ്റെ പേരിലും മറ്റുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബോധ്യമായ കാര്യങ്ങളാണ്. ഒരു മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ പിന്നിൽ മകൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചിറങ്ങിയ ഒരു അമ്മ അറിയുന്നത് കുട്ടി ഏറ്റവും സേഫായിട്ട് ഇരിക്കുമെന്ന് പാരൻസ് കരുതി വിടുന്ന സ്കൂളിൽ അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾ തന്നെ ഇത്രയും ദുഷ്ടതരം ആ കുട്ടിയോട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാലയത്തിൻ്റെ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യമായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂര
ശ്രദ്ധയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ ഒന്നല്ല. ഫഗ്നിക ഹി ആക്ച്വലി ഡിഡ് എന്ന് തുടങ്ങിയ മെസ്സേജുകളുടെ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരുന്നപ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചെടുക്കാൻ കഴിയും. ജീവനൊടുക്കിയ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഇതിനോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നു. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം ശരിയാവണ്ണം പുറത്തു വരേണ്ടതും ഇതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ്. സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് പോലീസ് അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങൾക്ക് ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത അധികാരികളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഈ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അവനെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലെ ഇൻസ്റ്റാഗ്രാം പേജ് പോലും ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സത്യം മൂടിവെക്കാൻ ഏത് ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായാലും പൊതുസമൂഹം മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകനെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ഇതിനകം പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടാതെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്കും കൂട്ടത്തിൽ വിശദമായി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരാതിയും നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ ഹിൽ പോലീസ് സ്റ്റേഷനിൽ 42/2025 എന്ന നമ്പറിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എൻ്റെ മകന് മുമ്പ് പഠിച്ചിരുന്ന കൊച്ചി ജം സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളിൽ നിന്ന് അവൻ നേരിട്ട മാനസിക പീഡനം സംബന്ധിച്ചും ഞങ്ങൾ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകണമെന്നാണ് ഒരു മാതാവ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം. കുടുംബത്തിൻ്റെ തീരുമാനം. നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുമായി ഒപ്പം മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമെന്ന പ്രത്യാശയും എനിക്കുണ്ട്. അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ സ്വാഭാവികമായി ജീവിതം എല്ലാവർക്കും സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനെതിരായ വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾ നേരെ യാതൊരു ആനുകൂല്യവും നൽകാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യും. മാത്രമല്ല അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശവും വളരെ അപകടകരമായിരിക്കും. മിഹിർ എന്ന 15-കാരൻ മാതാവ് എന്നതിനപ്പുറം അവനെപ്പോലുള്ള 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവനെ മരണം ദൗർഭാഗ്യകരമാണെങ്കിലും അത് ഒട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാകും എന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. രചന PM, മദർ ഓഫ് മിഹിർ അഹമ്മദ്. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഒരുപാട് ചാറ്റുകൾ ഈ പയ്യനോട് ഈ ക്രൂരത ചെയ്തു എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കുട്ടികളുടെയോ ചാറ്റുകൾ ഈ അമ്മ പുറത്തു വിട്ടിട്ടുണ്ട്. പേരുകളാ തോന്നുന്നു ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് made Mihir play a game where he spread his fingers out and instead of using a pencil to hit between the gaps of his fingers, they made him use a knife. കൈ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ കുത്തുന്നത്, കൈയിനിടയിൽ ഇങ്ങനെ വിടർത്തി കൈയിനെ വെച്ചിട്ട് അതിനിടയിൽ പെൻസിൽ വെച്ച് കുത്തുന്നതിന് കത്തി വെച്ച് കുത്തി. They also made him lick toilet seats. എന്തുവാണ് ഇത്?
സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണ്. ഒപ്പം പഠിക്കുന്നൊരു കുട്ടി, ഒപ്പം പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് ടോയ്ലറ്റിലെ സീറ്റ്സ് നക്കിക്കുക. ആൻഡ് ഓൾസോ പുഷ്ഡ് ഹിസ് ഹെഡ് ഇൻ ടു ടോയ്ലറ്റ് ആൻഡ് ഫ്ലഷ്ഡ് ദം. ടോയ്ലറ്റിൽ തല പിടിച്ച് കുനിച്ച് ഫ്ലഷ് അടിച്ച് വിടുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിയലൈസിങ് ദാറ്റ് മിർ പാസ്ഡ് അവേ, സെൻഡ് എ മെസ്സേജ് ടു, പേരൊക്കെ സ്ലാഷ് ചെയ്തതിന്, സെയിങ് യു ദാറ്റ് ഫക്കിങ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇവർക്കൊക്കെ പിള്ളേർ തന്നെയാണോ ഇവന്മാർ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കുട്ടികൾ തന്നെയാണോ ഇവരൊക്കെ? പിന്നെ ഇഷ്ടം പോലെ സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ നോക്കണം. ഒരാൾ മരിച്ചതിന് ശേഷവും ഇവരൊക്കെ ഇവരുടെ ഒരു കോൺവെർസേഷൻ അകത്ത് തന്നെ ഒരു എന്തോ ഈ പല്ലി പാറ്റിയും പഴുതാരേനെയൊക്കെ തല്ലിക്കൊന്ന്, അല്ലെങ്കിൽ അതൊക്കെ ചത്ത് കിടക്കുമ്പോൾ മാത്രം തിരിഞ്ഞു നോക്കിയിട്ട് മനുഷ്യൻ കാണിക്കുന്നൊരു പുച്ഛം, അത്ര മാത്രം ഒരു സിമ്പത്തി എമ്പത്തി ഒന്നും ഇല്ലാതായിപ്പോയടെ നമ്മളെ മക്കൾക്ക്. ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയോ ഇവിടുത്തെ സ്കൂളിങ്, ഇവിടുത്തെ പാരൻറ്റിങ് പലരിതും. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ ഒരു ഇത് നോക്ക്, നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്സിലൊക്കെ വളരെ വളരെ വ്യക്തമാണ് ഈ കുട്ടിയെ വളരെ ഗ്യാങ് തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ഈ ഒരു പയ്യനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കൂളുകാർ, നിങ്ങളൊക്കെ ഏത് കോണത്തിലെ സ്കൂളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ റീസെൻ്റ്ലി ഹെലൻ്റെ വീഡിയോ ഉണ്ട്, ഡൂഡിൻ്റെ വീഡിയോ ഉണ്ട്. സ്കൂള് ബിസിനസ് മാത്രമാക്കി നടക്കുന്ന ചില നാറികളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ നാട്ടുകാരുടെ കുട്ടികളുടെ ജീവിതം വെച്ച് ബിസിനസ് ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ നല്ലത് രാവിലെ ഞാൻ കക്കൂസ് പോകുന്ന തീട്ടം കൊണ്ടുവന്ന് തരാം വീട്ടിൽ പാക്കറ്റിൽ ഇരുന്ന് നക്കിക്കോ. ആരാൻ്റെ കുട്ടികളുടെ ജീവിതം വെച്ചിട്ടല്ല കളിക്കേണ്ടത് നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കേണ്ടത്. സ്കൂളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ടീച്ചേഴ്സ്, യു ആർ ദ റിയൽ പാരൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിങ്ങളാണ് ആക്ച്വലി ഒരു കുട്ടിയുടെ പാരൻറ്റ്. പണ്ടത്തെ പോലെയല്ല. ഓരോ പാരൻറ്റും നിങ്ങളെ വിശ്വസിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്, അവർ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുട്ടിയുടെ ഇമോഷൻ, അവൻ്റെ പ്രശ്നങ്ങളൊക്കെ. അച്ഛനമ്മമാർ ഓട്ടത്തിലാണ്, അവർക്ക് ടൈമില്ല. അവർ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത്. ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സ്കൂളിലെ കുറേ ടീച്ചർമാർക്കും സ്കൂൾസിനൊക്കെ മണി പവർ, മസിൽ പവർ ഉള്ളവൻ്റെ മക്കളെ മാത്രം കാര്യങ്ങൾ നോക്കാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അത് വേറൊരു സൈഡ്. എൻ്റെ സ്കൂളിൻ്റെ സൽപ്പേര്, എന്ത് സൽപ്പേര്! ഇങ്ങനെ റാഗ് ചെയ്ത് ഒപ്പം പഠിക്കുന്ന ഒരാളെ ഇല്ലാതാക്കി മാനസികമായി അവനെ കൊന്നു കളയുന്ന രീതിയിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സ്കൂൾ, അതിനെന്ത് സൽപ്പേരിൻ്റെ ആവശ്യമാണുള്ളത്? പിന്നെ ഈ പോസ്റ്റ്, ഈ അമ്മ ഇട്ട പോസ്റ്റിനടിയിൽ കുറേ പേര് ചെന്നിട്ട് നിങ്ങളെ മകൻ ഇങ്ങനൊരു അവസ്ഥയിലെത്തത് നിങ്ങളിതൊന്നും കേൾക്കാഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ പോസ്റ്റായിട്ട് വരുന്നു എന്ന് ചോദിക്കുന്ന പലരുടെ മെസ്സേജസും ഞാൻ കണ്ടു ഈ കമൻറ്റ് ബോക്സിനകത്ത്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ അമ്മ ശക്തമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ കുട്ടികൾക്കും ഇതൊന്നും തുറന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. യങ് ഏജാണ്. നിറത്തിനെ കളിയാക്കുക, തല കൊണ്ടുപോയി ഫ്ലഷ് അടിപ്പിക്കുക. ഇത്രയും ഹരാസ്മെൻറ്റും ബുള്ളിങ്ങും സഹിച്ചൊരു കുട്ടിക്ക് ചിലപ്പോൾ അമ്മയോട് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. അല്ല, സമയം കിട്ടിക്കാണില്ല അവന്. സ്വന്തം മകൻ പോയ ഷോക്കിൽ നിന്ന് വന്ന് ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഈ അമ്മ മകൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് അത് വിത്ത് പ്രൂഫ് അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആ അമ്മ സഹായം ചോദിക്കുന്നത് നമ്മളോടാ. എന്നിട്ട് നമ്മൾ അതിനടി പോയിട്ട് കമൻ്റ് ഇട്ടിക്കൊണ്ടിരിക്കുക കുറേ ആൾക്കാർ. നിങ്ങൾ എന്ത് പാരൻ്റാണ്, എന്ത് പാരൻറ്റിങ് ആണ്, കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ലേ, നിങ്ങളിത് ചോദിക്കണ്ടേ കുട്ടിയോട്? ഇതല്ല ചോദിക്കേണ്ടത് ഈ സിറ്റുവേഷനിൽ. ഈ അമ്മയുടെ കൂടെ നിൽക്കുക എന്നാണ് ചെയ്യേണ്ടത്. കാരണം നാളെ നമ്മളെ മക്കളെയും നമ്മൾ ഇതേ സൊസൈറ്റിയിൽ ഇതേപോലുള്ള സ്കൂളുകളിൽ ഇതേ മെൻറ്റാലിറ്റി ഉള്ള ക്രിമിനൽ ഗ്യാങ്ങിൻ്റെ ഇടയ്ക്കാവും ചിലപ്പോൾ ഇറക്കി വിടുന്നത്. ഇറ്റ്സ് ഹൈ ടൈം. കേരളത്തിൽ ഞാൻ ഇതിനു മുമ്പും പല വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, ഇറ്റ്സ് വെരി ഹൈ ടൈം. കേരളത്തിൽ ഓരോ സ്കൂളുകളിലും വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് കൃത്യമായി പഠിക്കാൻ ഇവിടെ ഒരു സെല്ല് രൂപീകരിച്ചേ പറ്റൂ. ഓരോ സ്കൂളിലും കയറി ഇറങ്ങി അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ട്, കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ട്, ഇതൊക്കെ പഠിക്കാനും ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനും ഒരു സെല്ല് രൂപീകരിച്ചേ പറ്റൂ.
അതിനെങ്ങനെ? വിദ്യാഭ്യാസ മന്ത്രിയോട് ചക്ക എന്ന് പറയുമ്പോൾ അയാൾ മാങ്ങാന്ന് കേൾക്കും, തിരിച്ചയാൾ മാങ്ങാന്ന് ഫുള്ളായിട്ട് പറയൂല. ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞതല്ല, ബട്ട് സ്റ്റിൽ ഈ സിറ്റുവേഷനിൽ പറഞ്ഞു പോവൂടെ. എന്താണെങ്കിലും ഈ ഒരു കേസ് പോലീസുകാർ ഇത്രയും പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്വേഷിച്ച്, ഇപ്പോൾ പലരും പറയും കുട്ടികളല്ലേ, റാഗിങ് അല്ലേ, സ്കൂളിലാണ് റാഗിങ്, കോളേജിലൊക്കെ പിന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, പക്ഷെ ഒരു പരിധി വിട്ടൊന്നും ആവരുത്. കോളേജിലും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഇപ്പം അതൊക്കെ ഒരു ഭാഗമായി മാറി. ബട്ട് സ്കൂളിലാണോ ഇതൊക്കെ വേണ്ടേ? സ്കൂളിൽ എന്ത് റാഗിങ്? ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കുട്ടികളാണ് ഈ കുട്ടിയോട് ഇത്രയും വൃത്തികേട് ചെയ്ത് ഈ സിറ്റുവേഷനിൽ ആ പയ്യനെ കൊണ്ട് ചെയ്യിച്ചതെന്ന് കണ്ടുപിടിച്ച് വന്നാലും ആ കുട്ടികളല്ലേ, അവരങ്ങനെയല്ലേ. ഇവിടെ കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിൽ ക്രിമിനൽസ് ആർ ക്രിമിനൽസ്. പിന്നെ ഇവിടെ എല്ലാ ഭാഗം പറയാൻ ആളുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ലാസ്റ്റ് ഈ അമ്മയുടെ കണ്ണീരിന് മാത്രം ഇവിടെ ഒരു വിലയും കാണില്ല, പോയ ജീവനും ഒരു വിലയും കാണില്ല. റാഗിങ് കാരണം ലൈഫ് തൊലഞ്ഞ ഇഷ്ടംപോലെ ജീവനുകളുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, ചത്ത് ജീവിക്കുന്നവരുണ്ട്. എന്ത് മാസമാണ് ഇതിപ്പോൾ പിള്ളേർക്ക്. ഏത് ഒരു പാവം ഒന്നിനും റിയാക്ട് ചെയ്യാത്ത ഒരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ മാക്സിമം ഉപദ്രവിച്ച് അതിൽ നിന്ന് ഭയങ്കര സന്തോഷം കണ്ടെത്തുക എന്തൊരു മാസ സംഗതിയായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുക.